അതായത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, സെക്രട്ടറിയുണ്ട്. അപ്പോൾ അവരാണ് ഈ രാഹുൽ ഗാന്ധി അമേരിക്കയിലെ കൊണ്ട് പല സ്റ്റേജിൽ കൊണ്ട് പ്രസംഗിക്കുകയോ ഹോസ്റ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള പല സ്റ്റുഡൻസ് ഉണ്ട്, റിസർച്ചും അതൊക്കെ ചെയ്യുന്നത്, അവിടെ പല ഫൗണ്ടേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവരെ ഉൾപ്പെടെ കയറ്റിവിട്ടേക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന സ്റ്റുഡൻസ് മലയാളികളായ സ്റ്റുഡൻസ്, ഇന്ത്യക്കാരായ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി എന്തെങ്കിലും ചെയ്താലും, മറ്റുള്ള രാജ്യത്ത് എന്തെങ്കിലും ചെയ്താലും, കാനഡയിൽ എന്തെങ്കിലും ചെയ്താലും അവർ നിങ്ങളെ നോട്ടീസ് ചെയ്യും. അവർ നിങ്ങളെ വെറുതെ വിടുത്തൊന്നുമില്ല. ഈ കാര്യം അവൻ്റെ രാജ്യത്ത് പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്ത് കഴിയുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിങ്ങൾ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ കളർ. എപ്പോഴാണ് അവിടെ പൊളിറ്റിക്സ് മാറിയിട്ട് വേറൊരാൾ വരുന്നത്, അപ്പോൾ അതിനൊരു ബോധം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പെട്ടെന്ന് പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന, അവിടെ മാറുന്നു, വേറൊരാൾ വരുന്നു. എന്താ ജർമ്മനിയിലുണ്ടായത്? ശരിക്കും ഒരു ഭൂതത്തെ അങ്ങ് തുറന്ന്. കാരണം ആ മന്ത്രിസഭ തന്നെ രാജിവെച്ച് അവർ കെയർടേക്കറായിട്ട് ഫെബ്രുവരി 23 ഇലക്ഷനാണ്.